എല്ലാവർക്കും നമസ്കാരം. ഡീസൻറ്റിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഞാൻ നന്നായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ, നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത 2-3 വീഡിയോസിൽ 1-2 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് യൂട്യൂബ് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നതെന്ന്, ഞാൻ ഏത് ആപ്പാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെ 2-3 കാര്യങ്ങൾ ചോദിച്ചിട്ട് ഇപ്പോൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോയും പിന്നെ അതിന് മുൻപും എനിക്ക് തോന്നുന്നു മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള വീഡിയോ എല്ലാം തോന്നുന്നു അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഞാൻ ഏത് ആപ്പാണ് യൂസ് ചെയ്യുന്നത് എഡിറ്റ് ചെയ്യാനെന്നും, അതുപോലെ തന്നെ ആ ആപ്പിൽ ഞാൻ എന്തെല്ലാം ടൂൾസാണ് യൂസ് ചെയ്യുന്നത്, എന്തെല്ലാം ഓപ്ഷൻസാണ് യൂസ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് 2 ആപ്പാണ് കേട്ടോ. അതിലൊന്ന് ഇൻഷോട്ടും സെക്കൻഡ് വൺ VN ആണ്. VN ആക്ച്വലി ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ ഇൻഷോട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. ഇത് രണ്ടും നമ്മളൊരു പർട്ടിക്കുലർ എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ ഇയർലി നമുക്ക് എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഐ തിങ്ക് 1500 സംതിങ് എന്തോ ആയിരുന്നു. ഫസ്റ്റ് 1 മന്ത് നമുക്ക് ഫ്രീ ട്രയൽ ഉണ്ടായിരുന്നു. 1 മന്താണോ 14 ഡേയ്സ് ആണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഫ്രീ ട്രയൽ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് ഇൻഷോട്ടാണ്. കുറച്ചും കൂടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളതും കുറച്ചും കൂടി നല്ല ഓപ്ഷൻസ് ഉള്ളതുമെല്ലാം ഇൻഷോട്ടിലാണ്. ഓക്കെ, സോ നമുക്ക് ഇൻഷോട്ടിൻ്റെ അടുത്ത എന്തൊക്കെയാണ് ഓപ്ഷൻസ് എന്ന് കാണിച്ചു തരാം. ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ ഓപ്ഷൻസും ഇവിടെ സൈഡിൽ കൊടുക്കാം ടോപ്പിക്ക്. നമ്മൾ ആദ്യം തന്നെ ഇൻഷോട്ടിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക പ്ലേ സ്റ്റോറിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാണുന്നത് ദേ ഇങ്ങനെ ഒരു ഒരു വിൻഡോ ആയിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. അതാ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കാണുന്നത്. ഇതിൽ മെയിനായിട്ടുള്ള ഓപ്ഷൻസ് വീഡിയോ, ഫോട്ടോ, കൊളേജ്, അങ്ങനെ 3 കാര്യങ്ങളാണ് ഉള്ളത്. യൂഷ്വലി നമ്മൾ വീഡിയോസാണ് ഇതിൽ എഡിറ്റ് ചെയ്യുക. സോ ഞാൻ വീഡിയോ എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. അതിൽ നമ്മൾ ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നു. അതിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. ഇനിയാണ് നമുക്ക് വേണ്ട ഓപ്ഷൻസ് എല്ലാം ഉള്ളതെന്ന് നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ എന്ത് വീഡിയോ ആണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. ഉദാഹരണത്തിന് ഷോർട്സ് ആണോ, വീഡിയോ ആണോ, അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് പല രീതിയിലായിരിക്കും. സോ ക്യാൻവാസ് നമ്മൾ എടുക്കണം ഏറ്റവും ആദ്യം കേട്ടോ. ക്യാൻവാസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പല മെഷർമെൻ്റ് ഉള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ വീഡിയോസിന് എടുക്കുന്നത് 16:9 എന്നുള്ള ഓപ്ഷനും ഷോർട്സിന് നമ്മൾ എടുക്കുന്നത് 9:16 എന്നുള്ള ഓപ്ഷനുമാണ്. ഇത് രണ്ടുമാണ് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാ സ്റ്റോറിക്കും നമ്മൾ ഈ 9:16 ആണ് ചൂസ് ചെയ്യുന്നത് കേട്ടോ. സോ ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് വീഡിയോ എന്നുള്ള ഓപ്ഷനാണ്. സോ നമ്മൾ 16:9 ചൂസ് ചെയ്തു. സോ നമ്മുടെ വീഡിയോ ആ ഓപ്ഷൻ കറക്റ്റ് വീഡിയോയുടെ ഒരു ലെങ്ത്തില്ലേ, ലാൻഡ്സ്കേപ്പ് മോഡല്ലേ, അതിലേക്ക് വരുന്നു. സോ അത് കഴിഞ്ഞു. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഓഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അത് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് 3 ഓപ്ഷൻ വരുന്നുണ്ട്. 1 മ്യൂസിക്, 2 എഫക്റ്റ്, 3 റെക്കോർഡ്, 3 കാര്യങ്ങൾ. അപ്പം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ പലതരത്തിലുള്ള മ്യൂസിക്കാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ നമ്മൾ എന്തെങ്കിലും മ്യൂസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മൾ ആഡ് ചെയ്യും. അതല്ലെങ്കിൽ നമ്മൾ വോയിസ് ഓവർ കൊടുക്കും അല്ലേ. വോയിസ് ഓവർ കൊടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത്. എനിവേയ്സ് നമ്മൾ ഈ 3 കാര്യങ്ങളാണുള്ളത്. അതിൽ മ്യൂസിക് എന്ന് പറയുന്ന കാര്യം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. കാരണം നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള മ്യൂസിക് അല്ലെങ്കിൽ നമ്മൾക്ക് ആഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള മ്യൂസിക് ചിലപ്പോൾ യൂട്യൂബിൽ കോപ്പിറൈറ്റ് ഉള്ളതായിരിക്കും. സോ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ടേക്ക് കെയർ ചെയ്യണം. സെക്കൻഡ് വൺ എന്ന് പറയുന്നതാണ് എഫക്ട്സ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. പോപ്പുലർ, ട്രാൻസിഷൻ, ഗെയിം, ബെൽസ്, ഡെയിലി, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതിലുണ്ട്. വോക്കൽ, അതേപോലെ വെതറിൻ്റെ ഓരോ കാര്യങ്ങൾ, സോഷ്യൽ, ഡ്രാമാറ്റിക്, ക്യാമറ, ലോഫർ, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇതിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് അതിൻ്റെ ഒരു സൗണ്ട് വരുന്നുണ്ട്. നമ്മൾ നന്നായി ലൗഡിൽ ലാഫ് ചെയ്യുന്ന സൗണ്ട് വരുന്നുണ്ട്. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇടയിൽ ആഡ് ചെയ്ത് വരില്ലേ, ട്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സാധനം ആഡ് ചെയ്യുന്നതാണ് ഈ എഫക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൻ്റെ സൗണ്ട്, വണ്ടികളുടെ സൗണ്ട്, പിന്നെ കുഞ്ഞു പിള്ളേരുടെ ചിരി, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ എഫക്റ്റ് യൂസ് ചെയ്യാം കേട്ടോ. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് റെക്കോർഡാണ്. റെക്കോർഡ് എന്ന് പറയുന്നത് നമ്മൾ ഷോർട്സിലും വീഡിയോസിലൊക്കെ ചില വീഡിയോ മാത്രം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് അതിൽ നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുള്ള ഓപ്ഷനാണ് റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റെക്കോർഡ് പ്രസ് ചെയ്യുമ്പോൾ വരുന്ന 3 ഓപ്ഷൻസാണ്. ഒരു റെഡ് കളറ് റൗണ്ട് വരുന്നുണ്ട്, അപ്പുറത്തൊരു ടിക്കും വരുന്നുണ്ട്. ആ റെഡ് കളറ് റൗണ്ടിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു കൗണ്ട് ഡൗൺ വരും. പിന്നെ നമ്മൾ മൈക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ആ ഓപ്ഷൻ കഴിഞ്ഞു.
നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റിക്കർ എന്ന് പറയുന്ന ഓപ്ഷൻ. നമ്മൾക്ക് ഇൻഷോട്ടിൽ അടുത്ത വരുന്ന ഓപ്ഷനാണ് സ്റ്റിക്കർ. സ്റ്റിക്കർ നമ്മൾ ചൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നമുക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ യോജിക്കുന്ന ഒരുപാട് സ്റ്റിക്കേഴ്സ് മാത്രമല്ല ജിഫ് ഉണ്ട്. പിന്നെ നമ്മൾ യൂഷ്വലി നമുക്കിതിൽ ഡൗൺലോഡ് ചെയ്യാനും പറ്റും കേട്ടോ. കുറേ ഓപ്ഷൻസ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല, നമ്മൾ ട്രയൽ എന്ന് പറയുന്ന ഒരു പീരീഡിലാണെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റിക്കേഴ്സിന് ലിമിറ്റ് ഉണ്ട് കേട്ടോ. സോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 1500 എന്തോ ആണെന്ന്, 2000 കുറവാണ്. അത് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലുള്ള എല്ലാ സ്റ്റിക്കേഴ്സും ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ജിഫ് ഉണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പിക്ചേഴ്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. സോ ആ ഓപ്ഷൻ കഴിഞ്ഞു. അടുത്തത് വരുന്നതാണ്, ഞങ്ങളുടെ ബസ് പോണ സൗണ്ടാണ് കേട്ടോ. അടുത്തത് വരുന്നതാണ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. ടി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റിൽ നമുക്ക് സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാം. ടെക്സ്റ്റ് ഉണ്ട്, പിന്നെ അതിനകത്തേക്ക് വേറെ വരുന്ന ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ടെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ആ ടെക്സ്റ്റ് എന്ന് പറയുന്ന പോർഷൻ എടുക്കുക, നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവിടെ തന്നെ നമുക്ക് ഏത് രീതിയിലുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഫോൺസ് മാറ്റാൻ പറ്റും. അതേപോലെ നമ്മുടെ ഫോണ്ടിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കാൻ പറ്റും. ഇമേജ് എന്നല്ല, ഒരു ബാക്ക്ഗ്രൗണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു സ്ക്വയറിൽ നമുക്ക് ദ ഡേ ഇൻ മൈ ലൈഫ് സംതിങ് നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ അതിനൊരു ഇപ്പോൾ ബ്ലാക്കിലുള്ള ടെക്സ്റ്റ് ആണെങ്കിൽ നമുക്കൊരു വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ പറ്റും. അതേപോലെ ആ ടെക്സ്റ്റിൻ്റെ നമുക്കിപ്പോൾ ഫോൺസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പലതരത്തിലുള്ള ഫോൺസ് അല്ലേ, പല ഷേപ്പിലും അങ്ങനത്തെ ഫോൺസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഫോണ്ടിൻ്റെ ഷേപ്പ് ലൈക്ക് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വേണോ, വളഞ്ഞിട്ട് വേണോ, ഇതൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അതേപോലെ ബോൾഡും ഇറ്റാലിക് അണ്ടർലൈൻ അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ സെൻറ്റർ അങ്ങനത്തെ കുറേ കാര്യങ്ങളില്ലേ, സൈഡിലേക്ക് പോകുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ രണ്ട് ടെക്സ്റ്റിൻ്റെ അല്ല, ലെറ്റേഴ്സിൻ്റെ ഇൻ ബിറ്റ്വീനുള്ള സ്പേസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. യൂഷ്വലി നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കുറച്ച് കളേഴ്സ് ഉള്ളൊരു ഒരു റൗണ്ട് കാണാൻ പറ്റും. അതിൽ മെയിനായിട്ടുള്ളത് ടെക്സ്റ്റ്, ബോർഡർ, ഷാഡോ, ഗ്ലോ, ലേബൽ, ഒപ്പസിറ്റി, ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇത് ഓരോന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ടി എന്ന് പറയുന്ന ഒരു കാര്യം ടൈപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ ആ ലെറ്റർ ചൂസ് ചെയ്തിട്ടുള്ളത് വൈറ്റ് ആണെന്ന് വിചാരിച്ചോ. നമുക്കത് കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ട് ആ വീഡിയോയിൽ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കതിനൊരു ബ്ലാക്കോ ഒരു വൈറ്റ് തന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു ബോർഡറായിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഷാഡോ കൊടുക്കാം. ഷാഡോ നമ്മളിപ്പോൾ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഒരു ലെറ്ററിന് നമ്മളൊരു ബോർഡർ കൊടുത്തിട്ട് ഒരു ബ്ലാക്ക് തന്നെ ഒരു ഷാഡോ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്കത് അട്രാക്റ്റീവായിട്ട് തോന്നും. പിന്നെ ഒരു യെല്ലോ കളർ ഒരു ഗ്ലോ കൊടുക്കാം. പിന്നെ നമുക്ക് ലേബൽ കൊടുക്കാം. ലേബലിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് ഈ ടെക്സ്റ്റ് നമുക്കൊരു സ്ക്വയറിലോ അതല്ലെങ്കിൽ ഒരു റൗണ്ടിലോ ഓവൽ ഷേപ്പിലോ നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് ഒരു ക്യാപ്ഷൻ മോഡലിൽ ഒരു കാര്യം വന്നു. പിന്നെ ഒപ്പസിറ്റി എന്ന് പറയുന്നത് ഇത് കറക്റ്റ് ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കാത്ത രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് ഗ്ലോ കുറച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു അതിന് പറയാം, ആ വേർഡ് കറക്റ്റായിട്ട് എനിക്ക് കിട്ടണില്ല, കുറച്ച് ഫെയ്ഡായിട്ടോ അങ്ങനെ കൊടുക്കണമെങ്കിൽ നമുക്ക് ഒപ്പസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. അടുത്തത് വരുന്നതാണ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട്. എഫക്റ്റിൽ മെയിനായിട്ട് 3-4 ഓപ്ഷൻസ് ആണുള്ളത്. എഫക്റ്റ് ഉണ്ട്, AI എഫക്റ്റ് ഉണ്ട്, ഫിൽറ്റർ ഉണ്ട്, അഡ്ജസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്കത് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു, ചിലപ്പോൾ അതിന് ആവശ്യത്തിന് ലൈറ്റ് ഉണ്ടാവില്ല, ബ്രൈറ്റ്നസ് ഉണ്ടാവില്ല, വിസിബിലിറ്റി കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഈ അഡ്ജസ്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഞാൻ കൂടുതലും ഈ അഡ്ജസ്റ്റ് എന്നുള്ള ഓപ്ഷനാണ് കേട്ടോ എടുക്കാറ്. അഡ്ജസ്റ്റ് എടുത്തിട്ട് നമുക്കതിൽ കോൺട്രാസ്റ്റും പിന്നെ സാച്ചുറേഷനും പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ ലൈറ്റനിങ്ങും വീഡിയോയുടെ ഒരു കപ്പാസിറ്റിയൊക്കെ അനുസരിച്ച് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പറ്റും നമുക്കപ്പോൾ കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള വീഡിയോ, കുറച്ചും കൂടി ലൈറ്റുള്ള വീഡിയോ, കുറച്ചും കൂടി വിസിബിൾ ആയിട്ടുള്ള വീഡിയോ നമുക്ക് ചെയ്യാൻ ഈ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡ് യൂസ് ചെയ്യാം കേട്ടോ. അതിൽ തന്നെ ഫിൽറ്റേഴ്സ് ഉണ്ട് കുറേ. നമ്മൾ യൂഷ്വലി ഈ എഡിറ്റിംഗ് ആപ്സിൽ കാണുന്ന എല്ലാ ഫിൽറ്റേഴ്സും ഇതിലുണ്ട്. പിന്നെ അതിൽ കൊടുത്തിട്ടുള്ളത് എഫക്റ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വീഡിയോ ഇപ്പോൾ ഷോർട്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ആ ഒരു അങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്ത് അതേപോലെയല്ല നമ്മൾ ഇപ്പോൾ ഒരു സൈഡിൽ നിന്ന് വരുന്ന രീതിയിൽ, മേളിൽ നിന്ന് വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ സൂം ഔട്ട് ചെയ്യുന്ന രീതിയിൽ, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാർട്ടാണ് നമ്മൾ ഷോർട്സിലും അല്ലെങ്കിൽ വീഡിയോസിനേക്കാൾ കൂടുതൽ ഷോർട്സിൽ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ഉള്ളത് ഈ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡാണ് കേട്ടോ. പിന്നെ AI എഫക്റ്റ് ഉണ്ട്. AI എഫക്റ്റും ഇതേപോലെ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില ഫോട്ടോസിൻ്റെയും വീഡിയോസിൻ്റെയൊക്കെ ഒരു ലൈറ്റ് LED ഒക്കെ കത്തിച്ച് വെച്ചിട്ടുള്ള പോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ കണ്ടിട്ടുണ്ടാവും. അത് ഈ AI വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് നല്ലൊരു ഓപ്ഷനാണ്. നെക്സ്റ്റ് വരുന്നതാണ് പിപ്പ് എന്ന് പറയാനാണെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ
ചെയ്യുന്ന വീഡിയോസിൻ്റെ കൂടെ തന്നെ ഈ ഓപ്ഷൻസ് ആഡ് ചെയ്യുന്നില്ലേ പിക്കായിട്ട് പറയുമ്പോൾ ഓരോ ഓപ്ഷൻസ് ഇവിടെ വരുന്നില്ല. അത് നമ്മൾ ആഡ് ചെയ്യുന്നത് പിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വെച്ചിട്ടാണ് കേട്ടോ. ഇതിൽ നമുക്ക് ഫോട്ടോസും ആഡ് ചെയ്യാം, വീഡിയോസും ആഡ് ചെയ്യാം. നമ്മൾ വോയിസ് ഓവറിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു പിക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് പിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡ്. ഈ പിപ്പിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഇമേജും വീഡിയോസൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ലൈറ്റ്നസ്സും ബ്രൈറ്റ്നസ്സും പിന്നെന്താണ് സാച്ചുറേഷനും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നേരത്തെ ഈ പിപ്പിലും നമുക്ക് ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വരുന്നതാണ് പ്രീ കട്ട്, സ്പ്ലിറ്റ്. ഇതൊക്കെ നമ്മളിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ ഇതിൻ്റെ എഡിറ്റിംഗ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇതിൽ ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടി വന്നേക്കാം. അനാവശ്യമായിട്ടുള്ള നമുക്ക് പറഞ്ഞു വരുമ്പോൾ ചില കാര്യങ്ങൾ കട്ട് ചെയ്യേണ്ടി വന്നേക്കാം. പിന്നെ വീഡിയോ എടുത്തിട്ട് ശരിയാവാത്ത പോർഷൻസ് അതൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം യൂസ് ചെയ്യാം. പിന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇൻ ബിറ്റ്വീൻ നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അതിനൊക്കെ ഉള്ളതാണ് കേട്ടോ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. അടുത്തത് ഡിലീറ്റ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇതേപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു പോർഷൻ വേണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ 5-6 ചെറിയ ഇപ്പോൾ ഷോർട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഒരു ക്ലിപ്പായിട്ട് നമുക്ക് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുക്കാം. അടുത്തത് വരുന്നതാണ് വോളിയമിൽ ഇപ്പോൾ നമ്മുടെ ഷോർട്സൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് വോയിസ് ഓവറാണ് കൊടുക്കേണ്ടത്. ആ വീഡിയോയിൽ ഓൾറെഡി ഉള്ള വോയിസ് നമുക്ക് വേണ്ട എന്ന് വെക്കണം എന്നുണ്ടെങ്കിൽ ആ വോളിയം ജസ്റ്റ് ബാക്ക് കൊടുക്കുക, 0% ആക്കിയിട്ട് മ്യൂട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് ടിക്ക് ചെയ്യാം, അതായത് ഓക്കെ കൊടുക്കുക. അപ്പോൾ എന്തായി, ആ പർട്ടിക്കുലർ വീഡിയോ സൗണ്ട്ലെസ് ആയി, മ്യൂട്ടായി. പിന്നെ നമുക്ക് വോയിസ് ഓവർ കൊടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ വോളിയം എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കേട്ടോ. നമുക്ക് ഇതിന് മാത്രമല്ല ആ പർട്ടിക്കുലർ വീഡിയോയുടെ വോയിസ് കൂട്ടാനും നമുക്കിത് യൂസ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ അടുത്തത്, അതിൽ ഒത്തിരി കളേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രേഡിയൻ്റ് ഉണ്ട്, പാറ്റേൺസ് ഉണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ തന്നെ വീഡിയോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം കേട്ടോ. നമ്മളെടുത്ത ആ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ആ വീഡിയോ തന്നെ ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുന്നത്. നെക്സ്റ്റ് ആണ് സ്പീഡ് എന്ന് പറയുന്ന ഓപ്ഷനും വീഡിയോയുടെ ഒരു നമുക്ക് അത്യാവശ്യം വേണ്ടിയിട്ടുള്ള ഒരു മച്ച് യൂസിങ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് കേട്ടോ. അതായത് നമ്മൾ ഭയങ്കര നമ്മൾ നോർമൽ സംസാരിക്കുന്ന പോലെ ആയിരിക്കും വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ചില സമയത്ത് നമുക്ക് വീഡിയോയുടെ ലെങ്ത്ത് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ടും ഷോർട്സിനൊക്കെ 1 മിനിറ്റ് അല്ലേ ഉള്ളൂ, ആ 1 മിനിറ്റിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് സ്പീഡ് എന്ന് പറയുന്നത്. അടുത്തൊരു ഓപ്ഷനാണ് ആനിമേഷൻ എന്ന് പറയുന്നത്. ആനിമേഷനും ഈ പറയുന്ന പോലെ നമുക്ക് എഡിറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ യൂസ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അതായത് നമ്മൾ ഈ പ്ലെയിൻ ആയിട്ടുള്ള വീഡിയോ ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ ആനിമേറ്റഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ ഇവിടുന്ന് വരുന്ന പോലെ പിന്നെ സ്പ്ലിറ്റായിട്ട് പോകുന്ന പോലെ, ഇൻ ആൻഡ് ഔട്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇതിലുണ്ട് കേട്ടോ. അതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആനിമേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഇതെല്ലാം ഓപ്ഷൻസ് ഇവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ക്രോപ്പ് ചെയ്യുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു പിക്ക് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ മേളിലും നമ്മുടെ കാലിൻ്റെ താഴെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യം വന്നേക്കാം. എന്നിട്ട് വേണമായിരിക്കും നമുക്ക് ചിലപ്പോൾ ഷോർട്സിൽ യൂസ് വരുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം. പിന്നെ കട്ടൗട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നമ്മളെല്ലാവരും ഇപ്പോൾ യൂസ് ചെയ്യുന്നൊരു ഓപ്ഷനാണ്. അതായത് ഇപ്പം ഞാൻ ഈ നിൽക്കുന്നത് കട്ടൗട്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഈ ഇമേജ് മാത്രം കട്ട് ചെയ്തിട്ട് വേറൊരു പ്ലേസിൽ കൊണ്ടുപോയി വെച്ചിട്ട് ബാക്കി ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ചെയ്യുന്നത്. അതിപ്പോൾ ഒരുപാട് നമ്മൾ കാണാറുള്ള ഓപ്ഷനാണ്. അതാണ് കട്ടൗട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഞാൻ യൂസ് ചെയ്യാറുള്ളതാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ. അത് ഞാൻ കൂടുതലും ഇപ്പം സോങ് എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ സോങ് തന്നെ എനിക്ക് എൻറ്റയർ ആ വീഡിയോയിൽ ഫുള്ളും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ സോങ് എഡിറ്റ് ചെയ്ത് എനിക്ക് ആവശ്യമുള്ള കാര്യം മാത്രം ആക്കിയിട്ട് പിന്നെ ഫുള്ള് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കും. അപ്പോൾ ആ പർട്ടിക്കുലർ സോങ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആ ഫുൾ വീഡിയോയിൽ വരും കേട്ടോ. പിന്നെ ഉള്ളതാണ് റൊട്ടേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, ഫ്രീസ്, റിവേഴ്സ്, ഈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനൊക്കെ കേട്ടോ. ഇതൊന്നും ഞാൻ അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഓപ്ഷൻസ് എല്ലാമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇത് ഇൻഷോട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഇത്ര സിമ്പിളാണ് എനിക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയിട്ടുള്ളതിന് റീസൺ ഇതാണ്. ഇപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. കൂടുതലായിട്ട് ഇതിൽ എന്തെങ്കിലും പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നമ്മൾ മൈക്കാണ് യൂസ് ചെയ്യാറുള്ളത്. ഞാൻ പണ്ടൊക്കെ ഫോണിലെ വോയിസ് റെക്കോർഡർ യൂസ് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ നമുക്ക് ഇമേജ് കാണാൻ പറ്റില്ല, വേറൊരു ഫോൺ നമ്മുടെ കയ്യിൽ വേണം, അങ്ങനെയൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയപ്പോഴാണ് ഞാൻ മൈക്ക് മേടിച്ചത് കേട്ടോ. മൈക്ക് ആക്ച്വലി വ്ളോഗ് ചെയ്യുന്നവർക്കും പോഡ്കാസ്റ്റ് ചെയ്യുന്നവർക്കും ഒക്കെ അത്യാവശ്യം മച്ച് നീഡഡ് ആയിട്ടുള്ള ഒരു ടൂളാണ് മൈക്ക് എന്ന് പറയുന്നത്. സോ ഇപ്പം ഞാൻ മൈക്ക് വെച്ചിട്ടാണ് വോയിസ് ഓവറൊക്കെ കൊടുക്കാറ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇത് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്തി തരാം.
ഓക്കെ, സോ അത്രേ ഉള്ളൂ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം. ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.